ഹലോ ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും MTSന് വേണ്ടിയിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് പഠിക്കുന്നുണ്ട് എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷം. ഓക്കെ, നമ്മുടെ യൂട്യൂബിൽ ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട്. ഇനി അടുത്ത് ഏത് ടോപ്പിക്ക് നോക്കണം, ഇത്ര ടോപ്പിക്ക് മതിയോ, ഇത് പഠിച്ചാൽ മതിയോ എന്നൊക്കെ ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട്. ഓക്കെ, അതിനെ ബേസ് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് കമൻറ്റിന് തിരിച്ച് റിപ്ലൈ കൊടുക്കുന്നതിനൊക്കെ ഒരു പരിമിതിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ടെലഗ്രാം ഗ്രൂപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിനകത്ത് നിങ്ങൾക്ക് MTS പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളെല്ലാം ഇതിനകത്ത് കിട്ടും. ഓക്കെ, ഇതിനകത്ത് നാളത്തെ എക്സാം ഏതൊക്കെ ടോപ്പിക്കുകൾ കൂടുതൽ നോക്കണം, ഏതൊക്കെ വരാൻ സാധ്യതയുള്ള ടോപ്പിക്കുകൾ ഇങ്ങനെയൊക്കെ സംസാരിക്കാനും വേണ്ടിയിട്ടും അതായത് ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെല്ലാവരും ജോയിൻ ചെയ്യുക. ഓക്കെ, MTS എക്സാം എഴുതാൻ പോകുന്ന എല്ലാവരും എന്ത് ചെയ്യുക, MTS എക്സാം സീരിയസ് ആയിട്ട് നോക്കുന്ന അല്ലെങ്കിൽ MTS എക്സാം വേണം എന്ന് പറഞ്ഞ് നോക്കുന്ന എല്ലാവരും ഈ ഒരു ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്യുക. ഓക്കെ, MTS പരീക്ഷ കഴിയുന്നത് വരെ ആയിരിക്കും ഈ ഒരു ഗ്രൂപ്പിൻ്റെ പ്രവർത്തനം. ഓക്കെ, നമ്മൾ അവസാനത്തെ ഒരാൾക്കും എക്സാം കഴിയുന്നത് വരെ ആ ഒരു ഗ്രൂപ്പിനകത്ത് എല്ലാ ദിവസവും അടുത്ത് പഠിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്നത്തെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസും കാര്യങ്ങൾ കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഗ്രൂപ്പിനകത്ത് അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും യൂട്യൂബ് വീഡിയോ ചെയ്ത് ഇടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് നമുക്ക് കൈമാറുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ MTS എക്സാം നന്നായിട്ട് പഠിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് പഠിക്കുന്ന ആൾക്കാർ, ഞാൻ ഇങ്ങനെ എടുത്തു പറയാൻ കാരണം MTS ഒക്കെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ നന്നായിട്ട് പ്രിപ്പറേഷൻ ചെയ്യത്തുള്ളൂ. എല്ലാവരും SSC GD കോഴ്സാണ് കൂടുതലും നമ്മുടെ ചാനലിൽ എല്ലാവരും ഫോളോ അപ്പ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തു പറയുന്നത്. MTS എക്സാമിന് വേണ്ടി നന്നായിട്ട് പഠിക്കുന്ന ആൾക്കാർ അല്ല ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. 9-ാം തീയതി നമ്മുടെ ഗ്രൂപ്പിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതായിരിക്കും. ഓക്കെ, ശരി. പിന്നീട് എല്ലാവരും ഇന്ന് ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോസിൽ. ഇനി അടുത്ത് പോകുമ്പോൾ ഏതൊക്കെ ടോപ്പിക്ക് നോക്കണം. ഇന്ന് ഒക്ടോബർ 7-ാം തീയതി. ഓക്കെ, ഇന്നത്തെ എക്സാമിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചത് സ്കീമുകൾ നല്ല രീതിക്ക് ചോദിച്ചിട്ടുണ്ട്. 2024 ഇവൻസുകൾ, 2024 വന്നിട്ടുള്ള സ്കീമുകൾ, ഇവൻസുകൾ, ഓക്കെ, ഇതൊക്കെ നന്നായിട്ടൊന്ന് നോക്കുക. ഓക്കെ, പിന്നെ അതുപോലെ G20 ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് നോക്കുക, പരീക്ഷയ്ക്ക് ചോദിക്കും. പിന്നെ ഇംഗ്ലീഷ്, മാത്സ്, റീസണിങ് ഇത് 3ഉം പ്രീവിയസ് ആയിരുന്നു. ഓക്കെ, 3ഉം മുൻപ് പരീക്ഷകളിൽ വേറെ പരീക്ഷകളിൽ ചോദിച്ച പല ക്വസ്റ്റ്യൻസും നമ്പർ പോലും മാറാതെ ഈ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള തെളിവും കാര്യങ്ങൾക്കൊക്കെ തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഗ്രൂപ്പ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ്, പിന്നെ അതുപോലെ മാത്സ്, റീസണിങ് ഇതെല്ലാം പ്രീവിയസ് നോക്കിയാൽ മതി. ഒരു 3-4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, അത് നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ നിന്നും ഇംഗ്ലീഷ് 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, പിന്നെ അതുപോലെ സിനോണിയംസ്, അനോണിയംസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ റിപ്പീറ്റ് അടിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെയാണ് റീസണിങ്ങിൽ വെൻ ഡയഗ്രാം, പിന്നീട് ബ്ലഡ് റിലേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. കോഡിങ് ആൻഡ് ഡീകോഡിങ്, അനലോജി പോലുള്ള കാര്യങ്ങളെല്ലാം നന്നായിട്ടൊന്ന് നോക്കുക. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ്, മാത്സിൽ നിന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ്, LCM, HCF, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, ഇതൊക്കെ നന്നായിട്ടൊന്ന് നോക്കുക. പിന്നെ ട്രയാങ്കിൾസ് ഒന്ന് നോക്കുക. ഓക്കെ, ഇത്രയും ചോദ്യങ്ങൾ മസ്റ്റായിട്ടും പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കുന്ന ടോപ്പിക്സാണ്. അപ്പോൾ അത് അത്രയൊന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളാരും ആ ഒരു ഗ്രൂപ്പിൻ്റെ കാര്യം മറന്നു പോകരുത്. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് തന്നിട്ടുണ്ട്, കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്ന് നിങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.